ഹലോ ഡിയേഴ്സ്, കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിന്നും നമ്മളോട് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സഫല പ്രതിരോധം കണ്ടെത്തുക, എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്തുക എന്നുള്ളത്. നമുക്ക് രണ്ട് ഡയഗ്രാംസ് തരും, അതിൽ നിന്നായിരിക്കും നമ്മളോട് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ഡയഗ്രാം ആണ് ഇവിടെ രണ്ട് റെസിസ്റ്റേഴ്സുകൾ സീരീസ് രീതിയിൽ ശ്രേണി രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് അല്ലേ. ആർ എഫക്റ്റീവ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി, R1 + R2 അല്ലെ. ഇവിടെ രണ്ടെണ്ണം ഉള്ളതുകൊണ്ടാണ് ഞാൻ R1 R2 എന്നെടുത്ത് കേട്ടോ. അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, എല്ലാത്തിനും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടും. സോ 10 + 10 വെച്ച് നമുക്ക് എത്ര കിട്ടും, 20 ഓം എന്ന് ആൻസർ കിട്ടി. ഇനി അടുത്തൊരു കണക്ഷൻ ആണ് പാരലൽ കണക്ഷൻ, സമാന്തര രീതിയിൽ നമ്മൾ കണക്ട് ചെയ്യാന്ന് പറയും. ഇതുപോലെ കണ്ടോ, ഇതുപോലെ കണക്ട് ചെയ്യാണ്. ഇവിടെയുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. 1/R effective is equal to 1/R1 + 1/R2. ഇനി ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ +1/R3 അങ്ങനെ പോകും. അപ്പോൾ ഇവിടെ രണ്ട് റെസിസ്റ്റേഴ്സ് അല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു സിമ്പിൾ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട് കണ്ടുപിടിക്കാൻ. R effective is equal to R1 × R2 / R1 + R2. സിമ്പിൾ ആയിട്ട് ചെയ്തൂടെ, 6 × 4 / 6 + 4 അല്ലേ, 24/10. സിമ്പിൾ അല്ലേ. 2.4 എന്ന് നമുക്ക് ആൻസർ കിട്ടി. 2.4 ഓം. ഓക്കെ, അപ്പോൾ 1/R1 + 1/R2 + 1/R3 ആണ് ഇതിൻ്റെ യഥാർത്ഥ ഇക്വേഷൻ. പക്ഷേ രണ്ട് റെസിസ്റ്റേഴ്സുകൾ മാത്രമാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, സെറ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ എവിടെയുണ്ട്, ഇതിന് ആൻസർ താഴെ കമൻറ്റ് ചെയ്യൂ.